മധുരമാർമകൾ തന്ന് കാലമേ തിരികെ മടങ്ങി നീ പണ്ട്. വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, അപ്പൊ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അത് പെട്ടെന്ന് ഇപ്പൊ കഴിയയില്ല. എന്നിട്ട് തന്നെ വീട്ടുകാരത് വീട്ടിലുള്ള കുറച്ച് മരങ്ങള് ഒരേക്കറില് ഈ പാഴ്മരങ്ങളുണ്ടായിരുന്നു, ഈ മരുത് ഇരുള് തുടങ്ങിയ മരങ്ങളുണ്ടായിരുന്നു. അത് വിറ്റു. അത് ഈ ആദ്യ കച്ചവടക്കാർ 15,000 രൂപ പറഞ്ഞതാണ്. ഈ പോസ്റ്റ് ഇവിടെ കയറാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു, അത് വീണ്ടും കുറച്ച് 9,000-ലേക്ക് വന്നു. അപ്പൊ എന്താണേലും വിൽക്കുക എന്നുള്ള ധാരണയിൽ നമ്മളിത് വിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ സാറിന് കണ്ടു. വളരെ നമ്മളെ ഇന്ന് മാഷാവാനും ഈ രീതിയിൽ വരാനുമുള്ള കാരണക്കാരൻ തിരുവൽപ്പാടാണ്, അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. എന്നുവെച്ചാൽ ആദ്യം കുറച്ച് പൈസ കൊടുത്തിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ വന്നിട്ട് പിയൂൺ ബാലകൃഷ്ണനൊക്കെ വീട്ടിലേക്ക് വിടുകയായിരുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞത്. 75-ൽ ചേർന്ന് കഴിഞ്ഞ് അന്ന് 5 വർഷക്കാലം ഞാൻ UP-യിലായിരുന്നു, UP ക്ലാസ്സിലായിരുന്നു. 74-ലാണ് തിരുവൽപ്പാടി സ്കൂള് വാങ്ങുന്നത്. പിന്നെ ഗോപാലകൃഷ്ണൻ നായരുടെ കയ്യിൽ നിന്ന് 74-ലാണ് വാങ്ങുന്നത്. 74 വാങ്ങുമ്പോൾ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് നോൺ ടീച്ചിങ് സ്റ്റാഫിൽ ഒന്ന് അപ്പുട്ടി, പിന്നെ മൈക്കിള് മാഷ്, ഞാന്, പിന്നെ ഒരു ജോയി ഉണ്ടായിരുന്നു, മരിച്ചുപോയി, മാഷ് മരിച്ചുപോയി. പിന്നെ അന്ന് ചേർന്നവര് അത് അതിന് മുമ്പ് ചേർന്നു. അപ്പൊ ഈ 74 ചേർന്ന് അവരൊക്കെയാണ്. ഞാൻ പിന്നെ എന്നിട്ട് 75 മുതലാണ് നമുക്ക് ചേരാൻ കഴിഞ്ഞത്. പോസ്റ്റ് പറഞ്ഞു വെച്ചതെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ട് 75-ൽ കയറി. 75 കയറി കഴിഞ്ഞ് 76 ആയപ്പോഴത്തേക്കും ഒരു വേക്കൻസിയോടെ വന്നു. അപ്പൊ ഞാൻ രാജമാഷിക്ക് ടെലിഗ്രാം ചെയ്തു. അതെ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് 3 വർഷം കാലം. മാഷ് അല്ല പഠിച്ചത് മൂവാറ്റുപുഴയാണ്, മാഷിന്റെ വീട് കുട്ടമ്പുഴയാണ്. ഒരുപാട് അകലമുണ്ട്. അതെ, പിന്നെ അതല്ല മാഷുടെ അച്ഛനൊക്കെ മൂവാറ്റുപുഴ അടുത്താണ് ആദ്യം താമസിച്ചത്. ഇപ്പൊ എന്റെ അച്ഛനും മാഷിന്റെ അച്ഛനൊക്കെ നേരത്തെ അറിയുന്ന. പക്ഷെ മാഷെ നമുക്കറിയില്ലായിരുന്നു. 70-ലാണ് ഞങ്ങൾ ആദ്യം കണ്ടുപിട്ടത്. മറ്റവരൊക്കെ പറഞ്ഞപ്പോ അറിയാം. ഇങ്ങനെ വന്നു. അത് ടെലിഗ്രാം ചെയ്തു, ഫോണില്ലാത്തോണ്ട്. അതുമില്ല, മണ്ണാർക്കാട് ആകെ ഒരു കേരള ഹോട്ടലില്ലേ, അതിൽ മാത്രമേ STD സൗകര്യമുള്ളൂ. ഓരോരിടത്തും ഇല്ല. രാത്രിയിലേ പറ്റുള്ളൂ, 12 മണിക്ക് ശേഷമേ അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നല്ല ഗതിയുടെ. അപ്പൊ നമ്മള് ടെലിഗ്രാം ചെയ്തു, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ചെയ്തു. ടെലിഗ്രാം പെട്ടെന്നൊന്നും കിട്ടൂല. അത് കുട്ടമ്പഴാന്ന് പറഞ്ഞാൽ മലപ്രദേശമാണ്. അതെ, എന്നിട്ട് ടെലിഗ്രാം കിട്ടിയപ്പോ മാഷും ഏട്ടനും കൂടി വീട്ടിൽ വന്നു. കാര്യങ്ങൾ പറ്റുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയി. അപ്പൊ 76-ല് ആ പോസ്റ്റ് വെച്ച് അങ്ങനെ 76-ല് ചേരുകയാണ് ഉണ്ടായത്. പിന്നെ ഒന്നിച്ച് പഠിച്ചതാണ്, ഒരേ വിഷയമാണ്, ഒന്നിച്ച് റിട്ടയർ ചെയ്താണ്, ഒരേ രാഷ്ട്രീയത്തിലാണ് തുടങ്ങിയത്. ഇടക്കാലത്തുനിന്ന് മൂപ്പര് CPI-ലേക്ക് മാറിപ്പോയി. ആ രീതിയിലാണ്. ഞാൻ വരുമ്പോ ഏതാണ്ട് 10-30 അധ്യാപകര് താഴെയുള്ളൂ സ്കൂളില്. അന്നത്തെ സ്കൂളിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അത് വളരെ ശോച്യാവസ്ഥയാണ്.